പ്രേക്ഷകർക്കും മലബാർ ന്യൂസ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഓണമാണ്. മലബാർ ന്യൂസ് ചാനലും ശ്രീകൃഷ്ണപുരം TKD പൊതുജന വായനശാലയിലെ ബാലവേദി കൂട്ടുകാരും ചേർന്ന് ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. എല്ലാവരും ഒത്തുകൂടിയിട്ട് ഓണത്തിൻ്റെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പാട്ടോടുകൂടി നമ്മുടെ ഈ ഓണാഘോഷം നമുക്ക് ആരംഭിക്കാം. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമൂകിൽ കേസരം മേലെ, മിന്നും ചിങ്ങത്തെ കാണുവാൻ മേലെ, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റി താലമുയർത്തി, പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ, പൂർണ്ണമോദമേതിരേൽക്കാൻ നീളെ, പൂർണ്ണമോദമേതിരേൽക്കാൻ നീളെ, പൂർണ്ണമോദമേതിരേൽക്കാൻ നീളെ. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു മിടുക്കനെയാണ്. നമുക്ക് പേര് ചോദിക്കാം. ശബരീഷ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 10ാം ക്ലാസ്സിൽ. അപ്പോൾ ശബരീഷ് ഓണൊക്കെ ആയിട്ട് മുണ്ടും ജുബ്ബയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശബരീഷിൻ്റെ വീട്ടിൽ എല്ലാ ഓണത്തിനും മാവേലി മാദേവരൊക്കെ വെക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മാതേര് വെക്കുക എന്ന് പറയുന്നത് ശരിക്കും തൃക്കാക്കരപ്പൻ്റെയും പടയാളികളുടെ സങ്കല്പമായിട്ടാണ് വെക്കുന്നത്. അത്തം തൊട്ടിട്ട് 10 ദിവസം വയ്ക്കും. മൂലത്തിൻ്റെ അന്ന് തൊട്ടിട്ട് മാതേരിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞിട്ടാണ് വെക്കുക. ഒറ്റ സംഖ്യയിട്ടാണ് ഓരോ ദിവസം എണ്ണം കൂട്ടിയിട്ട് മാതേരി വെക്കും. തിരുവോണത്തിൻ്റെ അന്നാണ് തൃക്കാക്കരപ്പനെ പടയാളികളെയൊക്കെ വെക്കുക. അപ്പോൾ ആള് കാണുന്ന പോലെയൊന്നല്ല, ഓണത്തിൻ്റെ ഐതിഹ്യമൊക്കെ കാര്യമായിട്ട് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. മിടുക്കനാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. ഒരു മിടുക്കിയാണ്. മിടുക്കിയുടെ പേരെന്താ? ശാരദാദേവി. ശാരദ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ൽ. ഓണായിട്ട് എന്തൊക്കെയാണ് ഇപ്രാവശ്യം എന്തൊക്കെയാണ് സ്പെഷ്യൽ? സദ്യയും പിന്നെ ഓണപ്പൂക്കളം ആണ്. ഞാനാണ് എന്നും വീട്ടിൽ ഓണപ്പൂക്കളം ഇടാറ്. പിന്നെ സദ്യക്ക് ശർക്കര വരട്ടി, പുളിയഞ്ചി ഇതൊക്കെ വീട്ടിലാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ സഹായിക്കും. മിടുക്കി. അപ്പോൾ ഓണസദ്യക്കും ഓണപ്പൂക്കളത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് ശാരദയാണ്. അപ്പോൾ ശാരദ മിടുക്കിയാണ്. ഓണ അനുഭവങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചു. ഇനി നമുക്ക് അടുത്തിട്ടൊരു ഒരു മിടുക്ക മോളിൽ കയറിയിരിക്കുന്നുണ്ട്. ആ മിടുക്കനെ നമുക്ക് പരിചയപ്പെടാം. എന്താ മിടുക്കൻ്റെ പേര്? അഭിരാം കൃഷ്ണ ഇ. അഭിരാം കൃഷ്ണ ഇ ആണ് ഇരിക്കുന്നത്. അഭിരാം ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിലാണ്. അഭിരാമിൻ്റെ സ്കൂളിലത്തെ ഓണാഘോഷത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അറിയാൻ പോണത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാണ് അഭിരാമിൻ്റെ സ്കൂളിലത്തെ ഓണാഘോഷത്തിൽ? എല്ലാ വർഷവും സ്കൂളിൽ ഓണാഘോഷം നടത്താറുണ്ട്. രാവിലെ വടം വലി, പൂക്കള മത്സരം, കുഞ്ഞു കുട്ടികൾക്ക് ലെമൺ സ്പൂൺ തുടങ്ങിയവ നടത്താറുണ്ട്. ഉച്ചയ്ക്ക് വിഭവസമ്പന്നമായ സദ്യയും പായസവും ഉണ്ടാകാറുണ്ട്. അതെ, മിടുക്കൻ. അപ്പോൾ അതിലൊക്കെ അഭിറാം കൂടാറുണ്ടോ? അഭിറാം കൂടാറുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാ? പൂക്കള മത്സരം. പൂക്കള മത്സരത്തിൽ സമ്മാനം കിട്ടാറുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ മിടുക്കൻ. അഭിറാമിൻ്റെ ക്ലാസ്സിന് സമ്മാനമൊക്കെ കിട്ടാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അവിടെ ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ മിണ്ടാതിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഒന്ന് പോവാം. എന്താ പേര്? സുഹൃത ഏത് ക്ലാസ്സിലാണ്? 10ൽ. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പഠന തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഓണാഘോഷത്തിന് വന്നിരിക്കുകയാണ് സുഹൃതയ്ക്ക് ഓണം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം എന്താ? സദ്യ. ഓണസദ്യയാണ്. സുഹൃത കാണുമ്പോൾ മെലിഞ്ഞിട്ടാണെങ്കിലും ഓണസദ്യ കഴിക്കുന്ന കാര്യത്തിൽ സുഹൃത മുന്നിലാണ്. സുഹൃതയ്ക്ക് ഓണസദ്യയിൽ എന്തൊക്കെയാണ് ഇഷ്ടം? ശർക്കര വരട്ടി, കായ വറുത്താണ് ഇഷ്ടം. പക്ഷേ ഡോക്ടർ കഴിക്കേണ്ട പറഞ്ഞു, ക്ലിപ്പ് ഇട്ടത് കാരണം. അത് ഈ പ്രാവശ്യം ഭയങ്കര സങ്കടം. ഇപ്രാവശ്യം കുറച്ച് വിഷമത്തിലാണ്. പല്ലിൽ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ചിപ്സും വറുത്തപ്പേരി ശർക്കരപ്പേരി ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാണ് സുഹൃത പറയണത്. അപ്പോൾ അതും കൂടിയും ബാക്കിയുള്ളവർ ഞങ്ങൾ കഴിച്ച് അവളെ സന്തോഷിപ്പിച്ചോളാം. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആൾ ഒരു മിടുക്കി ഇരിക്കുന്നുണ്ട്. എന്താ മിടുക്കിയുടെ പേര്? ആത്മികയാണ്. ആത്മിക ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിൽ. ആത്മികയുടെ ഓണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഓണക്കളികൾ അല്ലേ? ഏതൊക്കെ കളികളാണ് ആത്മികയ്ക്ക് അറിയാം? വടംവലി, പൂക്കള മത്സരം, ഉറിയടി, ലെമൺ സ്പൂൺ, മ്യൂസിക്കൽ ചെയർ, പാസിംഗ് ബാൾ ആണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാ?
ലെമൺ സ്പൂൺ. ലെമൺ സ്പൂൺ. പങ്കെടുക്കാറുണ്ടോ ഓണക്കളിയിൽ? സമ്മാനം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. മിടുക്കി. അപ്പോൾ ഓണക്കളികളൊക്കെ അറിയാം ആത്മികയ്ക്ക്. ആത്മിക പങ്കെടുക്കാറുണ്ട്. ഓണക്കളികളൊക്കെ നമ്മളുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളുടെ പേര് നമുക്ക് ചോദിക്കാം. എന്താ പേര്? ലക്ഷ്മി നന്ദ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 7ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ ലക്ഷ്മി നന്ദ നല്ല പാവാടയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ലക്ഷ്മി നന്ദയ്ക്ക് ഓണത്തിന്, ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തൊക്കെയാണ് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്? ഓണപ്പൂക്കളം. വീട്ടിൽ ഓണപ്പൂക്കളം എന്നും ഇടാറുണ്ടോ? ഉണ്ട്. ആരൊക്കെയാണ് ഇടാറ്? എല്ലാവരും ചേർന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ പൂക്കളാണ് ഉപയോഗിക്കുക? ചെമ്പരത്തി, റോസ്. വീട്ടിലുള്ള പൂക്കൾ തന്നെയാണ്. അപ്പോൾ വീട്ടിലുള്ള പൂക്കളം വെച്ചിട്ടാണ് നമ്മുടെ ലക്ഷ്മി നന്ദ പൂക്കളം ഒരുക്കാറ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ആൾ ഇവിടെ ചിരിച്ചിരിക്കുന്നുണ്ട്. അടുത്ത ആളുടെ പേര് നമുക്ക് ചോദിക്കാം. എന്താ പേര്? അർച്ചന ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലാണ്. അർച്ചനയ്ക്ക് കാണുമ്പോൾ തന്നെ പാവാടയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. കൈകൊട്ടിക്കളി നല്ല ഇഷ്ടമാണ് അല്ലേ? നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് എന്ത്? കൈകൊട്ടിക്കളിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് അറിയാം അർച്ചനയ്ക്ക്? കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് തിരുവാതിര കളി, അതായത് കൈകൊട്ടിക്കളി. അപ്പോൾ ഇത് പ്രധാനമായിട്ട് കളിക്കുന്നത് ഓണസമയത്തും പിന്നെ തിരുവാതിര ആ ദിവസമാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പം 4 വരി പാട്ട് പാടാം. ആയിക്കോട്ടെ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ. ഇടുക്കി നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈകൊട്ടിക്കളിപ്പാട്ട് അർച്ചന പാടിത്തന്നു. ഇനി നമുക്ക് അടുത്ത ആൾ, എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കും. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരെന്താ? വൈഗ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. വൈഗയ്ക്ക് ഓണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? സദ്യ. ഓണസദ്യയാണ് വൈഗയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓണസദ്യയിൽ ഒരു വിഭവം പറയാൻ പറ്റുമോ? എനിക്ക് ഓണസദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓലൻ പിന്നെ ചിപ്സൊക്കെയാണ്. ഒരു വിഭവത്തെക്കുറിച്ച് പറയുമോ? ഏതെങ്കിലും വിഭവം ഉണ്ടാക്കാൻ വീട്ടിൽ കൂടാറുണ്ടോ? ഓല ഉണ്ടാക്കാൻ കൂടാറുണ്ട്. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്? ഓലൻ നമ്മൾ ആദ്യം കുമ്പളങ്ങ എടുത്തിട്ട് മുറിച്ചിട്ട് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ടാൽ ഓലൻ റെഡിയായി. നമുക്കിനി വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഓക്കെ, മിടുക്കി. നല്ല നമുക്കൊക്കെ ഒരു ഓലൻ കഴിക്കാനുള്ളൊരു വായിലൊക്കെ വെള്ളം ഊറിയിട്ടുണ്ട്. നല്ലൊരു ഓലനാണ് വൈഗ നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരെന്താ? അനഘ ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സാണ്. അനഘയ്ക്ക് ഓണത്തിന് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ? ഓണം പൂക്കളിടുക, പിന്നെ ഓണത്തിന് വിരുന്ന് പോവുക. വിരുന്ന് പോണതാണ് അനഘയ്ക്ക് ഇഷ്ടമുള്ള കാര്യം. എവിടേക്കൊക്കെയാണ് അനഘ പോവാറ്? അമ്മമ്മയുടെ വീട്ടിൽ പോവും, അമ്മായിമാരുടെ വീട്ടിൽ പോവും. അവിടെയൊക്കെ പോയാലും അവർ പോണ സമയത്ത് അവരെല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ പോയാൽ അവിടെ ഞാൻ തന്നെയാണ് പൂക്കളൊക്കെ ഇടാറ്. പിന്നെ എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യലായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും? സദ്യ ഉണ്ടാക്കും. ഇങ്ങോട്ടും വരാറില്ലേ ആൾക്കാർ? അപ്പോൾ അതെ, ഞാൻ ഇതേപോലെ കാത്തിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വെക്കും എത്തി. അപ്പോൾ ഓണമായ എല്ലാവരും കൂടി ചേരുമ്പോൾ നല്ലൊരു ഉത്സവമാണ് അല്ലേ? നല്ല ഇഷ്ടമാണ്. അപ്പോൾ അനഘയുടെ ഓണം അനുഭവങ്ങളാണ് പങ്കുവച്ചത്. നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആൾ പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ പേര്? നവിക ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. നവികയുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് കുറേ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കും ഞങ്ങളുമായിട്ട്. ഉത്രാടം മുതൽ എൻ്റെ വീട്ടിൽ മാതേവർ വെക്കാറുണ്ട്. അപ്പോൾ തിരുവോണ ദിവസം ഒരു രാജാവിനെയും പിന്നെ കുറേ പരിവാരങ്ങളെയും വെക്കാറുണ്ട്. രാവിലെ മുത്തശ്ശൻ അതിന് അപ്പവും പിന്നെ അടയൊക്കെ വെച്ചിട്ട് നേദിക്കാറുണ്ട്. പിന്നെ പൂക്കളിടും, സദ്യ കഴിക്കും. ഇതൊക്കെ അതെ. അപ്പോൾ നവികയുടെ ഓണാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടാണ്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കൂ. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരെന്താ? അർച്ചിത ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. അർച്ചിതയ്ക്ക് നമ്മൾക്ക് ഈ ഓണം എന്നുള്ളത് മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഉത്സവമാണ് അല്ലേ? ദേശീയ ഉത്സവമാണ്. ഈ ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചിട്ട് ഒന്ന് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഓക്കെ.
പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന മഹാബലി രാജാവ് നല്ല ദാനശീലനായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രജകൾക്കിടയിൽ കള്ളവും ചതിയും ഒന്നും നിലനിന്നിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഭരണം കണ്ട് അസൂയ മൂത്ത ദേവന്മാർ മഹാവിഷ്ണുവിനോട് ചെന്ന് പരാതി പറയുകയും മഹാവിഷ്ണു വാമനൻ്റെ അവതാരം എടുത്ത് ഭൂമിയിലേക്ക് വരികയും ചെയ്തു. എന്നിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ആദ്യത്തെ 2 അടിയിൽ തന്നെ ഭൂമിയും പാതാളവും സ്വർഗവും അളന്നെടുത്തു. പിന്നെ 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ മഹാബലി ചെയ്തത് തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം മഹാവിഷ്ണുവിനോടൊരു വരം ചോദിച്ചു. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ ഒരു ദിവസം, അദ്ദേഹത്തിനെ വരാൻ ഒരു ദിവസം തരുമെന്ന് ചോദിച്ചപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അദ്ദേഹത്തിൻ്റെ പ്രജകളെ കാണാൻ വരുന്നതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. മിടുക്കിയായിട്ട് അർച്ചിത നമ്മളുടെ അടുത്ത് ഓണത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരെന്താ? ആതിര ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ. അപ്പോൾ ആതിരയ്ക്ക് ഈ ഓണത്തിന് നമ്മൾക്ക് ഏറ്റവും അറിയാവുന്ന പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് തുമ്പിതുള്ളൽ അല്ലേ? തുമ്പിതുള്ളലിനെ കുറിച്ചിട്ട് കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കില്ലേ? അപ്പോൾ നമുക്ക് ആതിര പറയണത് കേൾക്കാം. തുമ്പിതുള്ളൽ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അച്ചമ്മയും ഇങ്ങനെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ എനിക്ക്. ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു രസകരമായൊരു കളിയാണ് തുമ്പിതുള്ളൽ. ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ തിരുവാതിര ആഘോഷത്തിനും കളിക്കുന്നതാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പെൺകുട്ടികളാണ് തുമ്പിതുള്ളുക. പിന്നെ പൂക്കുലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടുകിലൊരു പെൺകുട്ടി ഇരിക്കും. അപ്പോൾ ചുറ്റും ഇരിക്കുന്നവർ ആ കുട്ടീനെ പാട്ട് പാടിയിട്ടും ആരവം പാടിയിട്ട് പാട്ട് പാടി തുമ്പി തുള്ളിക്കാൻ ശ്രമിക്കുക ചെയ്യുക. അങ്ങനെ പാടിയിട്ട് ആ നടുക്കിലിരിക്കുന്ന കുട്ടി പറയാൻ തുടങ്ങും. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ആ കുട്ടീനെ പറയൽ നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇറക്കുപാട്ട് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടിയിട്ടാണ് ആ കുട്ടിയുടെ പറയൽ നിർത്തിക്കുക. ആരാ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത്? അച്ചമ്മയും പിന്നെ മുതിർന്നവരൊക്കെ. അതെ. നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? അപ്പോൾ തുമ്പിതുള്ളലിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയില്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരാളും കൂടിയുണ്ട്. അടുത്ത ആളെ പരിചയപ്പെടാം. പേരെന്താ? അനു ആണ്. അനു ഏത് ക്ലാസ്സിലാണ്? ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു പരീക്ഷാ ചൂടൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അനുവിന് ഓണത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഓണക്കോടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓണക്കോടി കിട്ടുക അല്ലേ? ഓണക്കോടി എടുക്കാൻ പോണ അനുഭവത്തെ കുറിച്ചിട്ടൊന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുമോ? ഞാൻ എൻ്റെ ഓണക്കോടി എടുക്കാൻ പോയത് അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും കൂടെയായിരുന്നു. എൻ്റെ ഇഷ്ടത്തിന് ഒത്തൊരു ഉടുപ്പ് തന്നെ എനിക്ക് കിട്ടി. അതിനുവേണ്ടി ഒരുപാട് കട കയറി ഇറങ്ങേണ്ടി വന്നെങ്കിലും അവസാനത്തെ കടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് തന്നെ കിട്ടി. അവസാനം വരെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് മതി. അപ്പോൾ എന്തായാലും അനുവിന് ഇപ്രാവശ്യം നല്ലൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി വേറെയും കിട്ടാറില്ലേ? വേറെയും കിട്ടാറുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ ഇഷ്ടംപോലെ ഓണക്കോടി കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ഓണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഓണസദ്യ, ഓണപ്പൂക്കളം. അതെ, എല്ലാം ഇഷ്ടമാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. എന്താ അടുത്ത മോളുടെ പേര്? ദേവി കൃഷ്ണ. ദേവി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ. ദേവിക്ക് ഓണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഓണപ്പൂക്കളം, ഓണസദ്യ. അതെ, എല്ലാം ഇഷ്ടമാണ് അല്ലേ? അതിൽ ഓണപ്പൂക്കളത്തെ കുറിച്ചിട്ട് നമ്മൾക്കൊന്ന് പങ്കുവയ്ക്കാം അല്ലേ അനുഭവം? ഓണപ്പൂക്കളം ആരാ ഒരുക്കാറ് വീട്ടിൽ? അമ്മയും ഞാനും. ഏതൊക്കെ പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ഓണപ്പൂക്കളം ഒരുക്കാറ്? തുമ്പപ്പൂ, കാശിത്തുമ്പ, തുളസി, മന്ദാരം, തെച്ചി, ശംഖുപുഷ്പം, ചെമ്പരത്തി. അതെ, മിടുക്കി. അപ്പോൾ വാങ്ങണ പൂക്കളൊന്നുമല്ല, ഒക്കെ നമ്മുടെ ഇവിടെ ചുറ്റുപാടുമുള്ള പൂക്കളുടെ പേര് തന്നെയാണ്. ആര് പറഞ്ഞത്? ദേവി പറഞ്ഞത്. തുമ്പി മുക്കുറ്റിയൊന്നും ഇല്ലാതെ ഒരു ഓണാഘോഷമല്ലേ അല്ലേ? അപ്പോൾ തുമ്പി മുക്കുറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ദേവി പൂക്കളിടുക. നിങ്ങളെങ്ങനെയാണ് ഇടാറ്? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഇനി നമുക്ക് അടുത്ത 2 വില്ലന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വില്ലന്മാരിലേക്ക് വരാം. എന്താ വില്ലൻ്റെ പേര്? അഭിനന്ദ്. അഭിനന്ദ് ഏത് ക്ലാസ്സിലാണ്? 8ൽ. അടുത്ത വേറൊരാളും കൂടി ഉണ്ട്. പേരെന്താ? സുദർശ് ഏത് ക്ലാസ്സിലാണ്? 8ൽ. രണ്ടുപേരും കൂട്ടുകാരാണ് അല്ലേ? എന്തൊക്കെയാണോ ഓണത്തിന് ഇപ്രാവശ്യം സ്പെഷ്യലായിട്ടുള്ളത്? ക്ലബിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഈ ഓണത്തിൻ്റെ വെക്കേഷൻ സമയത്ത്? ഒന്ന് രണ്ടാളും പറയൂ. പൂക്കള മത്സരം, വടംവലി, ഉറിയടി. കൂടാറുണ്ടോ മത്സരങ്ങൾക്കൊക്കെ? കൂടാറുണ്ട്. സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. നീയോ? പങ്കെടുക്കാറുണ്ട്. എല്ലാത്തിലും കൂടാറില്ലേ? അപ്പോൾ ഓണം 2 പേര് ഇപ്രാവശ്യം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 പേര് ഇവിടെ താഴ്ത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. പേരെന്താ? ഋതുൽ രമേശ്. ഋതുലിൻ്റെ ക്ലാസ് ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. ഋതുൽ ഏത് ക്ലാസ്സിലാണ്?
ഏഴാം ക്ലാസ്സിലാണ് ഋതുല് നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ്. അപ്പോൾ ഋതുല് ഓണക്കളിയെ കുറിച്ചിട്ടാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. ഋതുല് പറയുമോ? ഓണത്തിൽ സാധാരണയായി കളിക്കുന്ന ഒരു കളിയാണ് തലപ്പന്ത് കളി. തലപ്പന്ത് കളി ഗ്രൗണ്ടിന്റെ 2 ടീമായിട്ടാണ് കളിക്കാറ്. ഗ്രൗണ്ടിന്റെ നടുവിൽ ഒരു കമ്പ് നാട്ടും. കളിക്കുന്നവർ കുറച്ച് അകലെ നിന്ന് ഒരാൾ ഒരു കൈ കൊണ്ട് പന്ത് മുകളിലേക്ക് തട്ടി മറു കൈ കൊണ്ട് പന്ത് തട്ടിത്തെറിപ്പിക്കുന്നു. എതിർ ടീമുള്ള ആരെങ്കിലും പന്ത് കൈകൊണ്ട് പിടിച്ചാലോ അതോ പന്ത് എറിഞ്ഞ് കമ്പ് വീഴ്ത്തിയാലോ എറിഞ്ഞ ആള് കളിയിൽ നിന്ന് പുറത്താവും. തലപ്പന്ത് കളി കളിച്ചിട്ടുണ്ടോ ഋതുല്? കളിച്ചിട്ടുണ്ട്. ആരുടെ കൂടെയാണ് കളിച്ചിട്ടുള്ളത്? കൂട്ടുകാരുടെ കൂടെ. എന്നിട്ട് ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടില്ല അല്ലേ? ഒരു തവണ ജയിക്കണ്ടേ? പ്രാവശ്യം ജയിക്കണം അല്ലേ? അപ്പോൾ നന്നായിട്ട് കളിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരെന്താ? ആദിത്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. ആദിത്യന് ഓണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഓണപ്പൂക്കളം. വീട്ടിലൊരുക്കണ ഓണപ്പൂക്കളാണോ ഏറ്റവും ഇഷ്ടം? ആരൊക്കെയാണ് ഓണപ്പൂക്കളം ഒരുക്കുക ആദിത്യനെ സഹായിക്കുക? ഞാൻ, അമ്മ, മേമ, എല്ലാവരും കൂടി ചേർന്നിട്ട്. പൂക്കളൊക്കെ പറക്കാൻ ഒന്നിച്ചിട്ടാണോ പറിക്കാനൊക്കെ പോവുക? ആ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഞാൻ വീട്ടിലത്തെ ചെടികളിൽ നിന്ന് തന്നെയാണ് പൂ പറിക്കാറ്. പുറത്തുനിന്ന് മേടിക്കാറില്ല. തിരുവോണ ദിവസം മാത്രമേ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. ബാക്കി ദിവസമൊക്കെ തൊടിയിലത്തെ പൂക്കളിടും അല്ലേ? മിടുക്കൻ. അപ്പോൾ തൊടിയിലത്തെ പൂക്കൾ വെച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ പൂക്കൾ ഒരുക്കാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഒരാളും കൂടിയുണ്ട്. മിടുക്കൻ്റെ പേരെന്താ? അഭിഷേക് ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിഷേകിൻ്റെ ഏറ്റവും ഓണമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? സദ്യ. ഓണസദ്യ. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? അവിയൽ എന്താ ഇഷ്ടപ്പെടാൻ കാരണം? അതിൽ കുറേ ക്യാരറ്റ് ഉണ്ടാവും. അപ്പോൾ ക്യാരറ്റ് ആണ് ഇഷ്ടം അല്ലേ? ക്യാരറ്റ് ഇട്ടുകൊണ്ടാണ് അവിയൽ ഇഷ്ടമല്ലേ? അപ്പോൾ ക്യാരറ്റ് ഇട്ടുകൊണ്ടാണ് അവിയൽ ഇത്ര കേമായത് എന്നാണ് നമ്മളുടെ അഭിഷേക് പറയുന്നത്. അപ്പോൾ അഭിഷേകിന് നല്ലൊരു കയ്യടി കൊടുക്കുക അല്ലേ? അപ്പോൾ ഓണം കളറാവണം എന്നുണ്ടെങ്കിൽ ഓണപ്പാട്ട് എന്തായാലും വേണം. നമുക്കിനി കുറച്ച് ഓണപ്പാട്ടുകൾ കേൾക്കാം. ഓണപ്പാട്ട് പാടാൻ റെഡി ആയിട്ടാണ് മിടുക്കന്മാരും മിടുക്കുകളും എത്തിയിട്ടുള്ളത്. ആദ്യത്തെ ഓണപ്പാട്ട് നമുക്ക് ഒരു തുമ്പിയെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. പൂത്തുമ്പി പൂത്തുമ്പി എൻ പൂവാലൻ തുമ്പി, പൂക്കളറുക്കാൻ പോരാമോ, പൂക്കളമെഴുതാൻ പോരാമോ, മാവേലി തമ്പ്രാൻ എഴുന്നള്ളും നേരത്ത് പൂവേ പൊലി പാടാൻ പോരാമോ, നീയാടാൻ പോരാമോ. പൂത്തുമ്പി പൂത്തുമ്പി എൻ പൂവാലൻ തുമ്പി, പൂക്കളറുക്കാൻ പോരാമോ, പൂക്കളമെഴുതാൻ പോരാമോ, മാവേലി തമ്പ്രാൻ എഴുന്നള്ളും നേരത്ത് പൂവേ പൊലി പാടാൻ പോരാമോ, നീയാടാൻ പോരാമോ. പൂത്തുമ്പി പൂത്തുമ്പി എൻ പൂവാലൻ തുമ്പി. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നല്ലൊരു ഓണപ്പാട്ടായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ഓണപ്പാട്ട് കേൾക്കാം. 3 പേര് പാട്ട് പാടാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഏറ്റവും പുതിയൊരു ഓണപ്പാട്ടാണ് അവർ പാടാൻ റെഡിയായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കേട്ടോക്കാം. ഓണച്ചിറകേറി വരുന്നൊരു നീലനിലാക്കളിയോടം കണ്ടോ, ഓർമ്മക്കിളി വാതിലിലൂടൊരു പൂവിളി എങ്ങാൻ കേൾക്കുന്നുണ്ടോ, ഓണച്ചന്തൂതിയ കാറ്റിന് കൂട്ടുവരാനൊരു പെണ്ണാളുണ്ടോ, ഓട്ടുവളക്കൈകളിലേന്തിയ പൂവിന് പുഞ്ചിരി കൊഞ്ചാറുണ്ടോ, ചെമ്പകക്കാവിൽ തുമ്പികൾക്കായി തമ്പുരാൻ തന്നെ ചുംബനക്കാലം, ദിനവയലിനുമിറമ്പിൽ കുടമരത്തിൽ ചെറുചിങ്ങ കുയിലിണം കുറുകി, അത്തമ്പത്തിനൊത്തി ഒരുങ്ങി നിന്ന് കുരുന്നു വിരുന്നി നിന്ന് പൊലിയോ, മുത്തുമണിക്കമ്മലണിന് അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയിന്ന് പൊലിയോ, അത്തമ്പത്തിനെത്തി വിരുങ്ങി വന്ന കുരുന്നു വിരുന്നി നിന്ന് പൊലിയോ, മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയിന്ന് പൊലിയോ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. നല്ലൊരു ഓണപ്പാട്ടായിരുന്നു. ഇനി കുറച്ച് വലിയ കുട്ടികൾ പാട്ട് പാടാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടോക്കി വെക്കാം. ഇതിലത്തെ കാരണവന്മാരാണ്. നമുക്കൊന്ന് കേട്ടോക്കി വെക്കാം. ചിങ്ങത്തൂവാനത്തായി മിന്നും തിങ്കൾ
ഓലക്കുടയാക്കുന്നോരോണത്തപ്പ ഹൃദയത്തിൻ ഇതൾ നുള്ളിപ്പൂക്കളമെഴുതാൻ തിരിയായി തെളിയാൻ നറുചിരികൾ പകരാം. ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മുക്കുറ്റി തുമ്പപ്പൂവല്ലം തരുവാൻ മലയക്കാറ്റേ നീ കൂടെ വരുമോ? ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിയുമായി ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ. ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ. നല്ലൊരു കയ്യടി കൊടുക്കാം. നല്ലൊരു ഓണപ്പാട്ടായിരുന്നു. ഇനി ഓണത്തിന് കൈകൊട്ടിക്കളി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓണത്തിൽ കൈകൊട്ടിക്കളിയിൽ പാടാറുള്ള ഒരു പാട്ട് നമുക്കിനി കേട്ട് നോക്കി നോക്കാം. ആ പാട്ട് ഞാൻ തന്നെയാണ് പാടുന്നത്. ആ പാട്ടിലത്തെ വരികൾ അതൊന്ന് നമുക്ക് ആസ്വദിക്കാം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഞാൻ പാടിത്തരാം. എല്ലാവരും കൈ അടിച്ചിട്ട് എൻ്റെ കൂടെ കൂടണേ. നമ്മൾ പണ്ട് കേട്ടിരുന്ന ഒരു സിനിമാ പാട്ടിൻ്റെ ഈണത്തിലുള്ള ഒരു പാട്ടാണ് കൊട്ടും ഞാൻ കേട്ടില്ല. ആ പാട്ടൊരു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ പാട്ടിൻ്റെ ഈണത്തിലുള്ള എന്നപ്പോൾ കേൾക്കാം. നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കി നോക്കാം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. പൂക്കളിറൂക്കേണം പൂക്കട കൂട്ടേണം പൂക്കളിറൂക്കേണം പൂക്കട കൂട്ടേണം. പൂവേ പൊലി പൊലി പാട്ടുകളെങ്ങും പൂർണ്ണാമോദമുയർത്തേണം പൂർണ്ണാമോദമുയർത്തേണം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. അത്തം മുതൽ തന്നെ 10 ദിനങ്ങളിൽ അത്തം മുതൽ തന്നെ 10 ദിനങ്ങളിൽ മുറ്റം കളമിട്ടോണ തപ്പനു വട്ടം പൂക്കളമെഴുതേണം വട്ടം പൂക്കളമെഴുതേണം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. തുമ്പപ്പൂ നടുവിൽ വച്ച ചുറ്റിലും മുക്കുറ്റിയും തുമ്പപ്പൂ നടുവിൽ വച്ച ചുറ്റിലും മുക്കുറ്റിയും തെച്ചി തുളസി കദളി അരളി ഒത്തൊരു പൂക്കളം തീർത്തിടാം ഒത്തൊരു പൂക്കളം തീർത്തിടാം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. കോടിയുടുത്തിടാം സദ്യയൊരുക്കിടാം കോടിയോടുത്തിടാം സദ്യയൊരുക്കിടാം. പൂവട നേദിച്ചാർപ്പു വിളിച്ചു ഓണത്തപ്പനെ വരവേൽക്കാം ഓണത്തപ്പനെ വരവേൽക്കാം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. മാവേലി നാടിൻ്റെ മഹിമയെ വാഴ്ത്തിടാം മാവേലി നാടിൻ്റെ മഹിമയെ വാഴ്ത്തിടാം. ഓണപ്പാട്ടിലലിഞ്ഞങ്ങൂഞ്ഞാലാടി രസിച്ചു കളിച്ചിടാം ആടി രസിച്ചു കളിച്ചിടാം. ചിങ്ങത്തിൽ പൗർണമി വന്നെത്തും നാളല്ലോ ഭംഗിലാവലി മഞ്ഞൻ തന്നെ വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം
വരവേറ്റിടും തിരുവോണം വരവേറ്റിടും തിരുവോണം. അപ്പം നല്ലൊരു ഓണപ്പാട്ടായി അല്ലേ? അപ്പോൾ ഇപ്പോൾ കുറേ ഓണപ്പാട്ടുകളായി, ഓണ വിശേഷങ്ങളായി. ഇനി നമുക്ക് ഓണക്കളികൾ വേണം അല്ലേ? ഓണക്കളികളും കൂടി ആയാലല്ലേ ഉഷാറാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഓണക്കളികൾ കളിക്കാൻ റെഡി ആയിട്ട് 2 ടീം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പെരാങ്ങോട് കൂട്ടുകാരും കുട്ടിക്കൂട്ടും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ഓണക്കളികളിലേക്ക് പോവാം, നമുക്കും പങ്കെടുക്കാം. വടംവലി ഉണ്ട്, കസേരക്കളി ഉണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്. അതിലത്തെ ചില കാഴ്ചകളിലേക്കും നമുക്ക് പോവാം. അവിടെ മാവേലി നമ്മളെ കാത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവല്ലേ? എല്ലാവരും കൂടി ഒരു ഹാപ്പി ഓണം പറയും. ഹാപ്പി ഓണം. അപ്പൊ 2 അർജുനായല്ലോ അല്ലേ? ഇരിക്കാത്തവരൊക്കെ മാറിക്കോ, സൈഡിക്ക് മാറിക്കോ. ഒരു കസേര വിജയനഗര സാമ്രാജ്യ കമ്പഗൗഡ രാജാതി രാജനഗരി അങ്ങോട്ട് പോരെ. അങ്ങോട്ട് പോരെ.
ഡബിൾ മോഡ് സ്കൂട്ടർ അടിക്കാൻ ലഹർ സോഡ ട്രൈ അടിക്കാൻ പൊതുമാള് രണ്ട് സൈഡ് ആക്കാൻ പറ്റുമോ? എങ്കിലുമെൻ പങ്കജാക്ഷി ശങ്കിയാതെ പറഞ്ഞിടം കെങ്കേമമാണോണ സദ്യക്ക് എന്തെല്ലാം ഘോഷം. അത്തത്തിനാൾ മത്തൻ കൊണ്ടേരിശ്ശേരിയു മോലൻ പിന്നെ പുത്തനരിച്ചോറും ചാറും പുളിശ്ശേരിയും. പച്ചപ്പയർ കൊണ്ടു നല്ല മെഴുക്കു പൂരട്ടിയും നൽപച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും. കാളനോലനെരിശ്ശേരി അവിയലും കൂട്ടുകറി മേളമോടെ മലയാള കറികൾ നാലും. ഉപ്പിലിട്ടതെട്ടുകൂട്ടം ഉപ്പേരിയും പലവിധം പപ്പടവും പഴപ്രഥോനടപ്രഥോനും. ചെമ്പിലയിൽ പാവിൻ ചെമ്പിൽ പുഴുങ്ങിയ പഴം നുറുക്കമ്പമ്പ മുമ്പിലിലയിൽ വിളമ്പുമല്ലോ. എല്ലാവർക്കും കൂടി ഒന്ന് ആർപ്പ വിളിക്കല്ലേ.
പ്രേക്ഷകർക്കും മലബാർ ന്യൂസ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.